ഇടുക്കി വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചെട്ടിനാടിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ചിക്കൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചെട്ടിനാട് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പം നല്ല സിമ്പിളായിട്ട് നമ്മളുടെ വീടുകളിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ചെട്ടിനാട് വേഗത്തിൽ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് ഞാനിവിടെ ചിക്കൻ ഉപ്പും നാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി തിരുമ്മി വെച്ചിട്ടുണ്ട്. അരമണിക്കൂറായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം. പിന്നെ വേണ്ടത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട ഇതുപോലെ ചെറിയ 2 കഷ്ണം കറുവപ്പട്ട മതിയാകും. കുറച്ച് കറുവപ്പട്ട മതി കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മളുടെ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുക്കുക. പിന്നെ വേണ്ടത് നമ്മളുടെ ക്ലൗസ് ആണ് കേട്ടോ. അത് ഞാനിവിടെ 4 ചെറിയ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ സൈസ് ആണെങ്കിൽ 2 എണ്ണം മതിയാകും. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ തന്നെ നമ്മളുടെ കുരുമുളക്, ഫ്രഷ് കുരുമുളക് തന്നെ എടുക്കുക. ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മളുടെ മല്ലിയാണ്. മല്ലി നമുക്ക് 1/2 കപ്പ് മല്ലി എടുക്കണം. ഞാനിവിടെ എല്ലാ സാധനങ്ങളും പൊടിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ മസാലയാണ് ഇതിന് പ്രത്യേകമായിട്ട് നല്ല ടേസ്റ്റ് തരുന്നത് നമ്മളുടെ ചിക്കൻ ചെട്ടിനാടിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റെഡിയാക്കുമ്പോഴും ഈ രീതിയിൽ തന്നെ റെഡിയാക്കി നോക്കുക. എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കളറിലൊക്കെ നമ്മളുടെ ചെട്ടിനാട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മല്ലിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ് കേട്ടോ. മുളക് ഞാനിവിടെ കാശ്മീരി മുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സാധാരണ എരിവുള്ള മുളകുണ്ടല്ലോ, അത് 4 എണ്ണവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഞാൻ ഈ മസാലയുടെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്താൽ മതിയാകും. അപ്പോൾ അതൊന്ന് 2ആയിട്ട് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ. സവാള ഈ ഒരു സൈസിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് വെക്കുന്നത് പോലെയല്ല, ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സവാളയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാകും. ഇഞ്ചി നമുക്ക് സെപ്പറേറ്റ് മാറ്റി വെക്കണം കേട്ടോ, ഈ മസാലയുടെ കൂടെ ചേർത്ത് കളയരുത്. താളിക്കാനായിട്ട് കുറച്ച് ഉള്ളിയും കൂടി, ചെറിയ ഉള്ളിയും കൂടെ ചേർത്തെടുക്കുക. നിങ്ങൾ ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുത്താലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ സവാളയ്ക്ക് പകരമായിട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും റെഡിയാക്കി വെക്കുക. നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ നേരത്തെ അങ്ങ് ചെയ്ത് വെച്ചാൽ നമുക്ക് വേഗത്തിൽ റെഡിയാക്കാം കേട്ടോ. അപ്പം നമ്മളുടെ താളിക്കാൻ വേണ്ടിയിട്ടുള്ളതിനകത്തേക്ക് 2 കഷ്ണം ഇതുപോലെ ആക്കിയിട്ട് നമ്മളുടെ മുളക് 2 കഷ്ണമാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് 2 മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി എടുക്കുക. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ചെട്ടിനാടിനുള്ള മസാല ഇനി നമുക്ക് റെഡിയാക്കി തുടങ്ങാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മസാല റെഡിയാക്കാം. ഞാനിവിടെ ഇത് റെഡിയാക്കുന്നത് ചട്ടിയിലാണ്, മൺചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മളുടെ മുളകും കുരുമുളകും പെരിഞ്ജീരകവും അതുപോലെ തന്നെ നമ്മളുടെ മല്ലിയും ഒക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് എണ്ണ മതിയാകും കേട്ടോ. ഇപ്പോൾ ഒത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കരുത്. ചെറുതായിട്ട് ഒന്ന് നമ്മുടെ ചട്ടിയിലൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള എണ്ണ മതിയാകും. കണ്ടോ, ഇതുപോലെ ഈ കളറിലേക്ക് വരണം. നമ്മളുടെ ഈ കളറാണ് കേട്ടോ നമ്മളുടെ കറിക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇത് നമ്മളുടെ ചെട്ടിനാടിന് കളർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ നമ്മളുടെ തേങ്ങയും കൂടി ഒന്ന് വറുക്കണം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ചെട്ടിനാടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്ക് കുറച്ച് സമയം മതിയാകും കേട്ടോ, വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മളുടെ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കളറ് മതിയായിരിക്കും. ഇനി നമുക്ക് ആദ്യമേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ മസാലകളെല്ലാം നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ പൊടിക്കാനായിട്ട്.
വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മസാല ഒന്ന് അരഞ്ഞു കിട്ടാൻ നല്ല പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യമേ വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആദ്യമേ. അതിനുശേഷം നമുക്ക് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മളുടെ കറിക്കുള്ള ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ഈ മസാല റെഡിയാക്കുന്ന സമയത്ത് കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമ്മളുടെ ചിക്കൻ ചെട്ടിനാട് റെഡിയാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ദാ കണ്ടോ, ഈ ഒരു രീതിയിൽ നല്ലതായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഒന്ന് പൊടിഞ്ഞു കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അരയ്ക്കുന്നത്. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള വഴറ്റി കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ സവാളയാണ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വാടി വരണം സവാള. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം വേണം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കണം. കുറച്ച് നേരം നന്നായിട്ടൊന്ന് കണ്ടോ, ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവം വരണം കേട്ടോ സവാള. ഇനി നമുക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് അതൊന്ന് കുറച്ച് ഡ്രൈ ആകുന്നിടം വരെ കണ്ടോ, ഇതുപോലെ നല്ല ഡ്രൈ ആയി വരും. എന്നാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുകയില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം വേണ്ടി വരും കേട്ടോ നന്നായിട്ട് ഇതായി റെഡിയായിട്ട് വരാനായിട്ട്. കണ്ടോ, ഈ ഒരു രീതിയിലേക്ക് വരും കേട്ടോ. ഫ്രൈ ആക്കുകയില്ല, പക്ഷേ ആ ഒരു ചിക്കൻ നല്ല ടേസ്റ്റും ആയിരിക്കും. ആ ഒരു രീതിയിലൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ റെഡിയാക്കാനായിട്ട്. കണ്ടോ, ഇനി ഈ അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പും നമ്മളുടെ ചിക്കൻ കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് കുക്കായി വരണം. ഇനി അത് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നികപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വെന്ത് വരുമ്പോഴത്തേനും നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ കിട്ടും നമ്മുടെ ചിക്കൻ ചെട്ടിനാട്. കണ്ടോ, ഇനി നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കുക. ഇനി നമുക്കതിലേക്ക് നമുക്ക് താളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മളുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു മൂപ്പ് മതി കേട്ടോ, ഒത്തിരി മൂത്ത് പോകരുത്. ഇനി നമുക്ക് നമ്മളുടെ കറിവേപ്പിലയും മുളകും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളുടെ ചെട്ടിനാടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കിട്ടുന്ന ചെട്ടിനാട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മടിക്കരുത്. തുടർന്നും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ ആരും മറക്കരുത്. എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പുതുതായിട്ടിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് തരത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തുടർന്നും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.